ആദ്യത്തെ ക്ലിക്കുള്ള നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നിധിയും എല്ലാവരും ഓഫീസിൽ പോകാനൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ സുധീഷാണെങ്കിൽ അവിടെ ഇങ്ങനെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടൊക്കെ അവിടെ ഇരിക്കും കേട്ടോ. ആ സമയത്ത് നമ്മളെ നിധി ചോദിക്കുന്നുണ്ട്, അല്ല വണ്ടി ഇന്നാണെങ്കിൽ ബസ് സ്റ്റോപ്പിലോട്ട് പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, അല്ല എന്നും വണ്ടി ബസ് സ്റ്റോപ്പിലാണല്ലോ പോകുന്നത്, ഇന്നെന്ത് പറ്റി ഇവിടെ ഇങ്ങനെ എവിടെയും പോകാതിരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സുധീഷാണെങ്കിൽ പറയുന്നുണ്ട്, അതിന്ന് ഗായു വരുന്നില്ല, ഗായു ആണെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗായു ഒന്നും വരത്തില്ലെന്ന്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പോകാതെ ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ പറയും. ഗായു ആണെങ്കിൽ കോളേജിൽ പോകുന്നില്ലല്ലോ, പിന്നെ ഞാനെന്തിനാ വെറുതെ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുന്നതെന്നൊക്കെ നമ്മൾ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നിധി ആണെങ്കിൽ ഇത് വിശ്വസിച്ചിട്ട് നിധി അങ്ങ് നേരെ അടുക്കളയിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ നിധി അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഭാസ്കരനാണെങ്കിൽ ഇങ്ങനെ ചുമയ്ക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിധി ആണെങ്കിൽ പോയി നോക്കുന്ന സമയത്ത് നമ്മളെ ഭാസ്കരനാണെങ്കിൽ നല്ല പനിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നിധി പറയുന്നുണ്ട് ഭാസ്കരൻ്റെ വാച്ചാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറയുമ്പോൾ, ഇല്ല മോളെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, മോളെന്തായാലും ജോലിക്ക് പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ നിധിക്കാണെങ്കിൽ മനസ്സ് കേൾക്കാതെ നിധിയാണെങ്കിൽ നേരെ അടുക്കളയിൽ പോയിട്ടാണ് ഒരു പാത്രം കഞ്ഞിയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഭാസ്കരന് പറയുന്നുണ്ട്, അച്ഛൻ കഞ്ഞി കുടിച്ചിട്ടാണെങ്കിൽ ഈ ഗുളിക എടുത്ത് കഴിക്കാനൊക്കെ പറയുന്നുണ്ട്. നമ്മൾ നിധി പറയുന്നുണ്ട്, ഇത് എന്തായാലും അച്ഛന് കഞ്ഞിയും കുടിച്ച് ഗുളിക എടുത്ത് കഴിയുമെങ്കിൽ അച്ഛന് ഈ പനി മാറത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുഭാഷേട്ടൻ പറയുന്നുണ്ട്, മോൾ എന്തായാലും ജോലിക്ക് പോകും, എന്തായാലും മോൾക്ക് സമയമായില്ല, ഞാൻ എന്തായാലും അച്ഛനിക്ക് കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് ഞാൻ മെഡിസിനും ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഞാനാണെങ്കിൽ ജോലിക്ക് പൊയ്ക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നിധിയാണെങ്കിൽ നേരെ നമ്മൾ നികേഷിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ നികേഷിനാണെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ഇറക്കിയിട്ട് നമ്മൾ നിധിയാണെങ്കിൽ ജോലിക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കാൻ നമ്മൾ സുധീഷാണെങ്കിൽ ഇതിനൊക്കെ ഒരു ആളെയും വെച്ചിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ഗായത്രി ആണെങ്കിൽ കിടന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ സുധീഷാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല, ഇങ്ങനെ കട്ടാക്കി വിട്ടുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഗായത്രി ആണെങ്കിൽ വീണ്ടും വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 17 മിസ് കോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സുധീഷാണെങ്കിൽ എന്ത് ചെയ്യാനറിയാൻ വയ്യാതെ ആകെ പ്രാന്താവുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് കസ്റ്റമർ ആണെങ്കിൽ പറയുന്നുണ്ട് സുധീഷിൻ്റെ അടുത്ത്, നിങ്ങൾക്ക് അർജൻറ്റ് കോളാണെങ്കിൽ ഫോൺ എടുത്തോളാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുധീഷ് പറയുന്നുണ്ടേ ഇല്ല, അർജൻറ്റ് കോളൊന്നും അല്ല, അതുകൊണ്ടാണ് ഞാൻ കോൾ എടുക്കാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ കസ്റ്റമർ ഇറക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഗായത്രി വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിളിച്ചതിന് ശേഷം നമ്മൾ സുധീഷാണെങ്കിൽ വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് പുറത്തിറങ്ങി വന്നിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, ഗായത്രി ചോദിക്കുന്നുണ്ട്, എന്താ സുധീഷ് ഞാൻ എത്ര വട്ടം വിളിച്ച് സുധീഷ് എന്താ ഫോൺ എടുക്കാത്ത, എൻ്റെ അടുത്ത് എന്തിനാ ഈ ദേഷ്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, നീ എന്തിനാ ഇന്നലെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ നിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ നിൻ്റെ ലവറാന്ന് പറഞ്ഞു, ഞാൻ നിന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, ഞാൻ നിൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് ഇങ്ങനെ ഫ്രീഡമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തത്, നീ എന്തിനാ എന്നെ അങ്ങനെ ലവറാണെന്നൊക്കെ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ നിന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഗായത്രി പറയുന്നുണ്ട്, സുധീഷ് എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, സുധീഷ് എൻ്റെ അടുത്ത് എന്ത് നല്ല സ്നേഹത്തിലാണ് സംസാരിച്ചത്, ഇപ്പോൾ എന്താ സുധീഷ് ഇങ്ങനെ ദേഷ്യമൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, നീ ആണെങ്കിൽ ആകെ കൊച്ചു കുട്ടിയാണ്, എനിക്കാണെങ്കിൽ വയസ്സുമുണ്ട്, നമ്മൾ ഒരിക്കലും ലവർ ആവാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുധീഷിന് ദേഷ്യം വന്നിട്ട് സുധീഷ് അങ്ങ് ഫോണൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ഗായത്രി വീണ്ടും കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ സുധീഷാണെങ്കിൽ ഫോൺ എടുക്കുന്നതൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ ആണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ നിധിയാണെങ്കിൽ ഓഫീസിൽ നിന്നൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മളെ ഭാസ്കരനാണെങ്കിൽ അവിടെ നല്ല പനിയെടുത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നിധി പെട്ടെന്ന് പോയാണെങ്കിൽ ഭാസ്കരനൊരു ചായയൊക്കെ ഇട്ടുകൊണ്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നിധി പറയുന്നുണ്ട് ഭാസ്കരൻ്റെ അടുത്ത്, വായിച്ചാൽ നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോകാൻ, അച്ഛനിക്ക് നല്ല പനിയുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഭാസ്കരൻ മോളെ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ നിധിയാണെങ്കിൽ സുധീഷിനെ വിളിക്കുന്ന സമയത്ത് സുധീഷിൻ്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് പറയുന്നുണ്ട്. അപ്പം നമ്മൾ നികേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ്, നീ ഒന്ന് വിളിച്ച് നോക്കി ഇത് എന്താണെന്ന് അറിയാൻ വയ്യല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ നികേഷ് വിളിക്കുമ്പോഴും സ്വിച്ച് ഓഫ് തന്നെ പറയുന്നത്. അപ്പം നികേഷ് പറയുന്നത്, ഇത് എന്താ ഏട്ടന് പറ്റി, ഏട്ടനാണെങ്കിൽ ഇങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കത്തില്ല, ഇനി എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വയ്യല്ലോ എന്നൊക്കെ പറയുന്നതാണ്. അങ്ങനെ നമ്മളെ നിധി പെട്ടെന്ന് ഒരു തെർമോമീറ്ററൊക്കെ മേടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്ത് നമ്മൾ സുധീഷ് കറക്റ്റ് സമയത്ത് കയറി വരുന്നുണ്ട്. അപ്പം സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ഈ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ സുധീഷ് പറയുന്നുണ്ടില്ല, ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ഫോണിന് എന്തെങ്കിലും ചാർജ് തീർന്ന് ഓഫ് ആയതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നിധി എടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താ എവിടെ പോകുന്ന ചോദിക്കുമ്പോൾ ഞാൻ നിനക്ക് അച്ഛനിക്ക് നല്ല പനിയുണ്ട്, അപ്പോൾ ഞാൻ ഒരു തെർമോമീറ്റർ മേടിക്കാൻ പോവാണെന്ന് പറയുമ്പോൾ നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, എന്തായാലും നീ പോകണ്ട, നീ കൊണ്ടുപോകാൻ, ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സുധീഷ് പോകുന്നുണ്ട്. നമ്മൾ സുധീഷ് ആണെങ്കിൽ ഫോൺ അവിടെ വെച്ചിട്ട് പോകും കേട്ടോ. അപ്പോഴത്തേക്ക് ആ സമയത്ത് നമ്മൾ സുധീഷിൻ്റെ ഫോൺ നമ്മൾ നികേഷ് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ പറയും, ഏട്ടൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് അല്ലല്ലോ, എന്താ പറ്റിയത്, എയർപ്ലെയിൻ മോഡ് ഓണാക്കി ഇട്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നികേഷ് പറയുന്നത്, എന്താ ഏട്ടന് പറ്റിയതൊന്നും അറിയാൻ വയ്യല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നികേഷ് ഇങ്ങനെ നിധിയെടുത്ത് ചോദിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വീഡിയോസായിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.